അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തു നബവിയ്യ, ഒരു വിഷയം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ പുനരാരംഭിക്കുകയാണ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മക്ക കാലഘട്ടത്തിലുള്ള പരസ്യപ്രബോധനം. ആ പരസ്യപ്രബോധനം ആരംഭിച്ച സന്ദർഭത്തിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ശത്രുക്കൾ വ്യത്യസ്ത രീതികൾ അവലംബിച്ചു. അതെല്ലാം പരാജയപ്പെട്ട സന്ദർഭത്തിൽ ശക്തമായിട്ടുള്ള പീഡനങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ അവർ അടിച്ചുവിട്ടു. ആ പീഡനങ്ങൾ അസഹ്യമായ സന്ദർഭത്തിൽ മുസ്ലിങ്ങളിൽ നിന്നും വലിയൊരു വിഭാഗം ആളുകൾ അബിസീനയിലേക്ക്, എത്യോപ്യയിലേക്ക് പലായനം ചെയ്തു. അതും അവരെ തടയാൻ ശ്രമിച്ചു. അവസാനം അവര് പരാജിതരായിട്ട് അവർ മടങ്ങി വരേണ്ട ചരിത്രമെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഖുറൈശികൾ എന്ത് തന്നെ ചെയ്തിട്ടും ആ സത്യത്തിന്റെ ഒഴുക്ക് ശക്തമായിട്ട് അത് തുടരുകയാണ്. ആ ഒഴുക്കിൽ അവരുടെ രണ്ട് വലിയ വൻമരങ്ങൾ കടപുഴകിയ ചരിത്രം, അതായത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഹംസ റളിയല്ലാഹു അൻഹുവിന്റെയും ഇസ്ലാം സ്വീകരണം, അതായിരുന്നു കഴിഞ്ഞ ഭാഗത്ത് 27ാമത്തെ ഭാഗത്ത് നമ്മൾ സൂചിപ്പിച്ചത്. അതുകൂടെ സംഭവിച്ചതോടുകൂടെ ഖുറൈശികൾ അങ്ങേയറ്റം അസ്വസ്ഥമാവുകയാണ്. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയാണ്. പല സീറ ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കും, ഈ ഒരു ഘട്ടത്തിലാണ് നിരവധി അനുരഞ്ജന ശ്രമങ്ങളുമായിട്ട് ഖുറൈശികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂ ത്വാലിബിനെയെല്ലാം സമീപിച്ചതെന്ന്, ഈ ഒരു സന്ദർഭത്തിലായിരുന്നെന്ന് ചില സീറ ഗ്രന്ഥങ്ങളിൽ ആ ഒരു ഓർഡറിലും സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഏതായാലും അതെല്ലാം നമ്മൾ നേരത്തെ തന്നെ 21ാമത്തെ ഭാഗത്ത് അതെല്ലാം വിശദമായിട്ട് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഉത്ബത്ത് ബിൻ റബീഅയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അയക്കുന്നതും, റസൂലുള്ളാഹി അവസാനം പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫുസ്സിലത്ത് പാരായണം ചെയ്ത സന്ദർഭത്തിൽ അദ്ദേഹം വായ പൊത്തി ആ ചരിത്രമെല്ലാം നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഈ രൂപത്തിൽ, അതായത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഹംസ റളിയല്ലാഹു അൻഹുവിന്റെയും ഇസ്ലാം സ്വീകരണം, അതോടുകൂടെ ഖുറൈശികൾ അങ്ങേയറ്റം അസ്വസ്ഥമായി. നുബുവത്തിന്റെ 7ാം വർഷം മുഹറം മാസം അബൂജഹലിന്റെ നേതൃത്വത്തിൽ ഖുറൈശികൾ ഒന്നടങ്കം ഒത്തുചേർന്ന് അവരെ ഒത്തുചേർന്ന് ശക്തമായിട്ടൊരു നടപടി അവർ സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. നടപടി മറ്റൊന്നല്ല, അവരെത്തിച്ചേർന്ന ഏക പോംവഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിനെ വധിക്കുക. അത് മാത്രമാണ് ഇത് തടയാനുള്ള ഏക പോംവഴി. അതായിരുന്നു അവസാനം അവരെത്തിച്ചേർന്ന തീരുമാനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പോയി വധിക്കാൻ പറ്റില്ല, ബനു ഹാശിം ഗോത്രക്കാർ വിട്ടുതരില്ല. എങ്കിലും അവസാനമായിട്ട് ഒന്നുകൂടെ അബൂ ത്വാലിബിനെ സമീപിച്ചുകൊണ്ട് കാര്യം പറഞ്ഞു നോക്കുക. അവര് നിരവധി തവണ അബൂ ത്വാലിബിനെ സമീപിച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തിലൊന്നും അവരുടെ ആവശ്യങ്ങൾക്ക് അബൂ ത്വാലിബ് മടങ്ങിയിരുന്നില്ല. പക്ഷെ അതുപോലെയല്ല ഈ ഒരു ഘട്ടം. നേരത്തെ പോയ സന്ദർഭത്തിലെല്ലാം അബൂ ത്വാലിബിന് മുമ്പിൽ അവര് 2 ചോയ്സ് വെച്ചു കൊടുത്തിരുന്നു. അദ്ദേഹം അത് സ്വീകരിക്കാതിരുന്ന സന്ദർഭത്തിലും ശക്തമായിട്ട് നടപടിയൊന്നും നേരത്തെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ അവര് നേരത്തെ ഓൾറെഡി അവർ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ ആ തീരുമാനം അബൂ ത്വാലിബ് അംഗീകരിക്കുക, അതല്ലെങ്കിൽ ആ നടപടിക്ക് വിധേയമാവുക. ആ രൂപത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് അവസാനമായിട്ട് അവർ അബൂ ത്വാലിബിനെ സമീപിക്കുന്നത്. അവർ അബൂ ത്വാലിബിന്റെ അടുത്ത് പോയിട്ട് അവർ കാര്യം പറഞ്ഞു. അതായത് ഈ രൂപത്തിലാണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്, മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വിട്ടുതരണം. അദ്ദേഹത്തെ വധിക്കുന്നത് ഏതായാലും ഖുറൈശി ഗോത്രക്കാരാകില്ല. അത് ഏറ്റവും മോശമുള്ള കാര്യമാണ്. സ്വന്തം ഗോത്രക്കാർ അവരുടെ അനുയായികളെ വധിക്കുക എന്നുള്ളത് അവർക്ക് പരിചയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അവർ പറഞ്ഞു, ആ ഒരു കൃത്യം നിർവഹിക്കാൻ വേണ്ടി പുറത്തുള്ള ആരെങ്കിലും ഞങ്ങൾ കൊണ്ടുവരും, അതൊന്നും നിങ്ങൾ പേടിക്കേണ്ടതില്ല. മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വിട്ടുതരാം, വേണ്ട പണം ഞങ്ങൾ നൽകാം. ഇനി അതിന് നിങ്ങൾ വഴങ്ങുന്നില്ലെങ്കിൽ ഖുറൈശി ഗോത്രത്തിൽ നിന്നും ബനു ഹാശിമുകാരെ, ബനുൽ മുത്തലിബുകാരെ ഈ സമൂഹത്തിൽ നിന്നും ഉപരോധം നിങ്ങൾക്കെതിരെ ഏർപ്പെടുത്താൻ, നിങ്ങളെ ഒറ്റപ്പെടുത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ ഒന്നുകിൽ മുഹമ്മദിനെ ഞങ്ങൾക്ക് വിട്ടുതരാം സല്ലല്ലാഹു അലൈഹി വസല്ലം, അതല്ലെങ്കിൽ ആ ഉപരോധത്തിന് നിങ്ങൾ വിധേയമാവുക. ഈ 2 ചോയ്സ് മാത്രം. അത് അവർ അബൂ ത്വാലിബിന് മുമ്പിൽ വെക്കുകയാണ്. ചിന്തിച്ചു നോക്കുക, മക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗോത്രം തങ്ങളുടെ അനുയായികൾക്കെതിരെ അത്രയും ശക്തമായിട്ടൊരു നടപടി സ്വീകരിക്കുന്നത്. ആ സന്ദർഭത്തിലും അബൂ ത്വാലിബ് തന്റെ ആ പഴയ നിലപാടിൽ നിന്ന് ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും ഈ ഒരു ക്രൂരതയ്ക്ക് ഞാൻ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുതരില്ല, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ചെയ്യാം. ആ ഒരു മറുപടിയിലൂടെ ആ ഉപരോധം ഏറ്റെടുക്കാൻ അദ്ദേഹം സ്വയം സന്നദ്ധാവാണ്. അദ്ദേഹം മാത്രമല്ല, ആ ഗോത്രം. അതോടുകൂടെ ഖുറൈശികൾ ആ ഉപരോധം, ശക്തമായിട്ടുള്ള ഉപരോധം ബനുൽ മുത്തലിബ്, ബനു ഹാസിം ഗോത്രക്കാർക്കെതിരെ ഏർപ്പെടുത്തുകയാണ്. ഉപരോധം
രണ്ട് രൂപത്തിൽ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ഉപരോധം, സോഷ്യൽ ആൻഡ് എക്കണോമിക് ബോയ്ക്കോട്ട്. സാമ്പത്തിക ഉപരോധം എന്നോട് ഉദ്ദേശിക്കുന്നത് ബനൂ ഹാശിം ഗോത്രക്കാരുമായിട്ട് ഇനി ഒരാളും കച്ചവട ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. ബനൂ ഹാശിം ഗോത്രത്തിൽപ്പെട്ട ഒരാളോടും ഇനി അവരോട് വിൽക്കാനോ അവരിൽ നിന്ന് വാങ്ങാനോ ഒരാളും പാടില്ല. നേരത്തെ പറഞ്ഞു, മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏക ഉപജീവന മാർഗം എന്നുള്ളത് കച്ചവടമാണ്. ആ കച്ചവടം ബനൂ ഹാശിം ഗോത്രക്കാരോട് ഇനി ഒരാളും നടത്താൻ പാടില്ല. അതാണ് ഉപരോധത്തിന്റെ ഒന്നാമത്തെ രീതി. അതേപോലെ തന്നെ രണ്ടാമത് സാമൂഹികമായിട്ടുള്ള ഉപരോധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബനൂ ഹാശിം ഗോത്രക്കാരുമായിട്ട് ഇനി ഒരാളും വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. അത് മാത്രമല്ല, മറ്റൊരു വിവാഹത്തിലേക്കും അവരെ ക്ഷണിക്കാൻ പാടില്ല, അവരെ സംസാരിക്കാൻ പാടില്ല, അവരെ ഒരർത്ഥത്തിലും ഒരാളും ഇനി സഹായിക്കാൻ പാടില്ല. ആ രൂപത്തിലുള്ള ഉപരോധമാണ് ബനൂ ഹാശിം ഗോത്രക്കാർക്കെതിരെ ഖുറൈശികൾ സ്വീകരിച്ചത്. ഒന്നുകിൽ ഹാശിം കുടുംബം മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വിട്ടുതരണം, അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രബോധനം അവിടെ നിർത്തണം. അതായത് ഇനി ഇസ്ലാം ഇവിടെ പറയാൻ പാടില്ല. അത് നിർത്തുന്നത് വരെ ആ ഉപരോധം ബനൂ ഹാശിം ഗോത്രക്കാരുടെ മീതെ തുടരും. അതായിരുന്നു ഖുറൈശികൾ എടുത്ത തീരുമാനം. ആ തീരുമാനം വെറുതെ കേവലം വായ കൊണ്ട് പറയാൻ മാത്രമല്ല, 40ഓളം വരുന്ന ഖുറൈശി പ്രമാണിമാര് ആധികാരികമായിട്ട് അവരെടുത്ത തീരുമാനങ്ങളെല്ലാം എഴുതി. അത് എഴുതിയതും രസകരാണ്. ബിസ്മിക്കല്ലാം, അള്ളാഹു സുബ്ഹാനഹു നാമത്തിലാണ് അവർ അത് ആരംഭിച്ചത്. അതെല്ലാം എഴുതിയതിന് ശേഷം അവരെല്ലാം ഒപ്പുവെച്ച് അവരെഴുതിയ ആ കരാറ് അത് ഭദ്രമായിട്ടൊരു പൗച്ചിലിട്ട് കഅബാലയത്തിനകത്ത് അത് ഭദ്രമായി സൂക്ഷിച്ചതിന് ശേഷം അവർ കഅബാലയം പൂട്ടി എന്നുള്ളതാണ്. അപ്പൊ കഅബാലയത്തിനകത്ത് വെച്ചത് തന്നെ ആ കരാറിന്റെ അവർ കൊടുത്ത പ്രാധാന്യം കൃത്യമായിട്ട് കാണിച്ചിരുന്നുണ്ട്. അത്രയേറെ പവിത്രമായിട്ട് ഖുറൈശികൾ പോലും കൽപ്പിക്കപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ അവർ കണക്കാക്കിയിട്ടുള്ള ആ കഅബാലയത്തിനകത്താണ് അത് സൂക്ഷിച്ചത്. അത് തന്നെ അവര് ആ കരാറിന് നൽകിയ പ്രാധാന്യം കൃത്യമായിട്ട് കാണിച്ചിരുന്നുണ്ട്. അപ്പൊ ഇതേ രൂപത്തിലുള്ള നടപടി ഖുറൈശികൾ ബനൂ ഹാശിം ബനുൽ മുത്തലിബ് ഗോത്രത്തിനെതിരെ അവർ കൈക്കൊണ്ടെന്ന് അറിഞ്ഞ ഉടനെ തന്നെ അബൂ ത്വാലിബ് ബനൂ ഹാശിം ഗോത്രക്കാരെ മൊത്തം തന്റെ വീട്ടിലേക്ക് വിളിച്ചുകൂട്ടിയതിന് ശേഷം കാര്യം പറഞ്ഞു. അതായത് ഇതേ രൂപത്തിൽ ഖുറൈശികൾ നമ്മളെ ഒറ്റപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ രൂപത്തിൽ ഈ സമൂഹത്തിൽ അവർക്കിടയിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ മാത്രമായിട്ട് മറ്റൊരിടത്തേക്ക് മാറി താമസിക്കുന്നതാണ് നമുക്ക് നല്ലത്. അവർ അവഗണനയും സ്വീകരിച്ച് ഈ സമൂഹത്തിൽ ജീവിക്കാൻ വയ്യ. അപ്പൊ ബനുൽ മുത്തലിബ് ഗോത്രം ഒന്നടങ്കം അവിടെ നിന്നും മാറി താമസിക്കാൻ അവർ തീരുമാനിക്കണം. പ്രത്യേകം മനസ്സിലാക്കണം, മുസ്ലിമുഹും വ കാഫിറും, അവർക്കിടയിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ബനൂ ഹാശിം ഗോത്രക്കാർ മാത്രമല്ല. നമുക്കറിയാം, അബൂ ത്വാലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചിട്ടില്ല. അപ്പൊ വിശ്വസിച്ച ആളുകളും വിശ്വസിക്കാത്ത ആളുകളും ഒന്നടങ്കം ബനൂ ഹാശിം ഗോത്രക്കാർ മുഴുവൻ അവരുടെ കയ്യിലുള്ള സമ്പത്തെല്ലാം, എടുക്കാവുന്ന സമ്പത്തെല്ലാം എടുത്തുകൊണ്ട് അവര് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുകയാണ്. മറ്റൊരു സ്ഥലം എന്ന് വെച്ചാൽ മക്കയുടെ പുറത്തുള്ള ഒഴിഞ്ഞ നിരവധി പ്രദേശങ്ങളുണ്ട്. അത് ഓരോ പ്രദേശങ്ങളും മക്കയിലെ പ്രധാനപ്പെട്ട ഓരോ ഗോത്രക്കാർക്ക് അവകാശപ്പെട്ടതാണ്. അപ്പൊ ബനൂ ഹാശിം ഗോത്രക്കാർക്ക് അവകാശപ്പെട്ട ഒരു വാലി, ഒരു ശഅബ്, ഒരു താഴ്വര മക്കൾക്ക് പുറത്തുണ്ട്. ആ താഴ്വരയിലേക്ക് ഒന്നടങ്കം ബനൂ ഹാശിം ഗോത്രക്കാര് താമസം മാറുകയാണ്. ആ താഴ്വര പിൻകാലഘട്ടത്ത് അറിയപ്പെട്ടത് ശഅബ് അബീ ത്വാലിബിന്റെ താഴ്വര എന്നുള്ള പേരിലാണ് പിൻകാലഘട്ടത്ത് അറിയപ്പെട്ടത്. അപ്പൊ ബനൂ ഹാശിം ഗോത്രക്കാര് മൊത്തം അങ്ങോട്ട് താമസം മാറി. ഒരാളൊഴികെ, ആ ഒരാൾ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല, ഊഹിച്ചാൽ തന്നെ കിട്ടും, അബൂലഹബ് മാത്രം അതിൽ നിന്ന് വിട്ടുന്നു. അദ്ദേഹം ഖുറൈശികളോട് പറഞ്ഞു, നിങ്ങൾ എടുത്ത തീരുമാനം ഏതായാലും നന്നായി, ഞാനും നിങ്ങളോടൊപ്പം ഉണ്ട്. ചിന്തിച്ചോക്കോ, സ്വന്തം ഗോത്രത്തെ തള്ളിപ്പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉള്ള ആ ഒരു ശത്രുത കാരണം അദ്ദേഹം ഖുറൈശികളോടൊപ്പം ചേരുകയാണ്. അതുകൊണ്ടാണ് ആ പരിശുദ്ധ ഖുർആനിലെല്ലാം, സൂറത്തുൽ ഹബിലെല്ലാം നേരത്തെ നമ്മൾ വിശദീകരിച്ചാണ്, അദ്ദേഹം മാത്രം വിട്ടുനിന്ന് മറ്റുള്ള ആളുകൾ ഒന്നടങ്കം ആ താഴ്വരയിലേക്ക് താമസം മാറുകയാണ്. പിന്നീട് വലിയൊരു കാലഘട്ടം ആ താഴ്വരയിൽ അവർ ജീവിക്കേണ്ടി വരികയാണ്. ആദ്യത്തിലെല്ലാം അവർ കൊണ്ടുവന്ന ഭക്ഷണ പദാർത്ഥങ്ങളും സമ്പത്തെല്ലാം ഉപയോഗിച്ച് അവർ കഴിഞ്ഞുകൂടി. പക്ഷേ ദിവസങ്ങൾ പിന്നിടുന്നതിനനുസരിച്ച് അവരുടെ കയ്യിലുള്ളതെല്ലാം തീരാൻ തുടങ്ങി. ഓരോ ആളുകളും കയ്യിലുള്ള മൊത്തം സമ്പത്തും ചെലവഴിച്ചു. ഖദീജ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് നേരത്തെ ഞാൻ പറഞ്ഞു, അവര് മക്കയിലെ ഏറ്റവും സമ്പന്ന സ്ത്രീയായിരുന്നു. ആ സമ്പത്തിനെ സംബന്ധിച്ചൊന്നും പിന്നീട് അവരുടെ ചരിത്രത്തിന്റെ അവസാനം സമ്പത്തിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളൊന്നും കാണുന്നില്ല. കാരണം അത്രയും കാലം കച്ചവടം ചെയ്തുണ്ടാക്കിയ ആ സമ്പത്തിന്റെ നല്ലൊരു ഭാഗം ആ ഒരു സന്ദർഭത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹ അവിടെ വെച്ച് അവർ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. കാരണം എത്ര കാലം എന്ന് വെച്ചിട്ടാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പുറത്തു പോയിട്ട് കച്ചവടം ചെയ്യാൻ സാധിക്കില്ല. അതാണ് അവരുടെ ഏക ഉപജീവന മാർഗം. അപ്പൊ ഇൻകമിംഗ് ഒന്നുമില്ല. അവരുടെ കയ്യിലുള്ളത് മുഴുവൻ അവര് ആ സന്ദർഭത്തിൽ ഓരോ ആളുകളും ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
പ്രത്യേകം മനസ്സിലാക്കണം, ഏതാനും ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ അല്ല അവരവിടെ താമസിക്കേണ്ടി വന്നത്. മറിച്ച് സീറ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും 2.5 അല്ലെങ്കിൽ 3 വർഷമാണ് ഉപരോധ കാലഘട്ടം. ആ 3 വർഷം ആ താഴ്വരയിൽ അവർ താമസിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലുള്ളതെല്ലാം അവസാനിച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അതിശക്തമായിട്ടുള്ള പട്ടിണി അവരെ ബാധിക്കാൻ ആരംഭിച്ചു. ആ ഒരു കാലഘട്ടത്തിൽ അവർ കടന്നുപോയിട്ടുള്ള അവസ്ഥകൾ പലതും നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ ഏതൊരാളെയും കരളലിയിപ്പിക്കുന്ന നിരവധി അനുഭവങ്ങൾ ആ സന്ദർഭത്തിൽ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. പട്ടിണിയുടെ കാഠിന്യം കാരണം ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറയാണ്, പട്ടിണിയുടെ കാഠിന്യം കാരണം ആ താഴ്വരയിലുള്ള വൃക്ഷങ്ങളുടെ ഇലകൾ ഞങ്ങൾ ഭക്ഷിച്ചു, അതിന്റെ തോലുകളെല്ലാം ഭക്ഷിച്ച അവസാനം ഞങ്ങളുടെ വിസർജ്യങ്ങൾ ആടുകളെപ്പോലെ അതേ രൂപത്തിലായി മാറിയെന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റൊരു ഉദ്ധരണിയിൽ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഒരു രാത്രി പട്ടിണി കാരണം രാത്രി ഏറെ വൈകിട്ട് എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. ഉറക്കം കിട്ടാതെ ഞാൻ അവിടെ കിടന്ന് അവസാനം ഒരുപാട് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ മൂത്രമൊഴിക്കാൻ വേണ്ടി എഴുന്നേറ്റ് ദൂരേക്ക് പോയി ഞാൻ മൂത്രം ഒഴിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ മൂത്രം ചെന്ന് വീഴുന്നത് അത് നിലത്തല്ല, മറ്റെന്തോ ഒരു സാധനത്തിന്റെ പുറത്താണെന്ന് ശബ്ദം കേട്ട സന്ദർഭത്തിൽ എനിക്ക് മനസ്സിലായി. ഉടനെ തന്നെ അദ്ദേഹം പോയി തപ്പി നോക്കിയ സന്ദർഭത്തിൽ അതൊരു ഒട്ടകത്തിന്റെ തോലാണ്. ഏതോ ഒരു സന്ദർഭത്തിൽ ആ താഴ്വരയിൽ വെച്ച് ചത്തുപോയ ഒട്ടകത്തിന്റെ ഉണങ്ങിയ ഒരു തോലിന്റെ കഷ്ണാണ്. ഉടനെ തന്നെ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനത് എടുത്തു കൊണ്ടുവന്ന് അത് വൃത്തിയായി നന്നാക്കി കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് ചെറിയ കഷ്ണങ്ങളാക്കി അത് ഭക്ഷിച്ച് പിന്നീട് 3 ദിവസത്തിന് എന്റെ ഭക്ഷണം അതായിരുന്നു. അത്രയേറെ ശക്തമായിട്ടുള്ള പട്ടിണിയിലൂടെ അവർ കടന്നു പോകേണ്ടി വന്നു എന്നുള്ളതാണ്. പല സന്ദർഭത്തിൽ ആ പട്ടിണി കാരണം സീറ ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ സാധിക്കും, ഹത്താ കാന യുസ്മഉ അസ്വാതു സുബിയാനിഹിം മിൻ വറാഇ ശിഅബ് മിനൽ ജൂഅ്, അതായത് ബനൂ ഹാശിമിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ വിശന്ന് കരയുന്നത് ആ താഴ്വരയിൽ വളരെ വിദൂരത്തേക്ക് കേൾക്കാൻ സാധിച്ചിരുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളുടെ വിശന്നുള്ള കരച്ചില് എത്രയോ ദൂരത്തേക്ക് അവർക്ക് കേൾക്കായിരുന്നു. അത്രയേറെ ശക്തമായിട്ടുള്ള പട്ടിണിക്ക് അവർ വിധേയമായി. ആ ഒരു പിഞ്ചു കുഞ്ഞുങ്ങളുടെ കരച്ചിലെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം റസൂലുള്ളാഹിനെ വേദനിപ്പിച്ചിട്ടുണ്ടാകും. ചിന്തിച്ചു നോക്കുക. നമസ്കാരത്തിൽ പോലും, നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ പോലും കുട്ടികളുടെ കരച്ചിൽ കേൾക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് നമസ്കാരം അവസാനിപ്പിക്കുമായിരുന്നു. അതേ സന്ദർഭത്തിൽ വിശന്നുള്ള ആ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്രത്തോളം വേദനിപ്പിച്ച് കാണണം. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വേദന കാരണം ആ കരാർ എഴുതിയ വ്യക്തിക്കെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചുകൊണ്ട് കൈ ഉയർത്തുകയാണ്. ആ കരാർ എഴുതിയത് മൻസൂർ ഇബ്നു ഇക്രിമ, ചില സീറ ഗ്രന്ഥങ്ങളിൽ നളർ ഇബ്നു ഹാരിസ്, ഈ രണ്ടിലേതോ ഒരു വ്യക്തിയാണ് ആ കരാർ എഴുതിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കരാർ എഴുതിയ വ്യക്തിക്കെതിരെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കാരണം ആ എഴുതിയ വ്യക്തിയുടെ കൈകൾ തളർന്നുപോയി, ആ കൈയിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പിന്നീട് മരണം വരെ ആ കൈ അദ്ദേഹത്തിന് ഉയർത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത്രയേറെ ശക്തമായിട്ടുള്ള പട്ടിണിയാണ് അവിടെ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ പറഞ്ഞു, മക്കക്കാരിൽ നിന്ന് അവർക്ക് ഒരു സാധനം വാങ്ങാൻ പറ്റില്ല. അതേ സന്ദർഭത്തിൽ മക്കയിലേക്ക് പുറത്തുള്ള ആളുകൾ മക്കയിലേക്ക് കച്ചവട ആവശ്യാർത്ഥം വരുന്നുണ്ട്. ഹജ്ജിനും ഉംറക്കെല്ലാം വരുന്ന സന്ദർഭത്തിൽ അവർ വരുന്ന സന്ദർഭത്തിൽ അബൂജഹലും കൂട്ടരും പോയിട്ട് അവരോട് ആദ്യം തന്നെ വാണിംഗ് കൊടുക്കും, ആ താഴ്വരയിൽ ജീവിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ വിൽക്കാൻ പാടില്ല, അവരുമായിട്ട് യാതൊരു കച്ചവടം പാടില്ല, പ്രത്യേകമായിട്ട് അവരെ നിർദ്ദേശിക്കും. ഇനി ഏതെങ്കിലും ഒരാള് വാങ്ങാൻ വരുന്ന സന്ദർഭത്തിൽ അബൂജഹല് അത് പോയിട്ട് ആ കച്ചവടം മുടക്കും. അതായത് അയാൾ നൽകുന്നതിന്റെ 2 or 3 ഇരട്ടി തുക നൽകി അബൂജഹല് വേണ്ടെങ്കിൽ ആ സാധനം വാങ്ങുമെന്നുള്ള. എന്നാലും മുസ്ലിങ്ങളിലേക്ക് ആ സാധനം എത്താൻ പാടില്ല. അത്രയും വലിയ പിടിവാശിയായിരുന്നു അബൂജഹൽ ഉണ്ടായിരുന്നത്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്ക് നിങ്ങൾ, എത്ര വലിയ ക്രൂരതയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുയായികൾക്കെതിരെ ശത്രുക്കൾ പ്രയോഗിച്ചത്. ഈ ഒരു സന്ദർഭത്തിൽ, ഈ പട്ടിണി കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് കിട്ടിയ ഏക സഹായം എന്നുള്ളത് ഖുറൈശികളിൽ നിന്ന് തന്നെ ചില ആളുകൾ രഹസ്യമായിട്ട് മുസ്ലിങ്ങൾക്ക് രാത്രി കാലഘട്ടങ്ങളിൽ ഭക്ഷണങ്ങൾ എത്തിച്ചിരുന്നു. ഒരല്പം ഭക്ഷണ സാധനങ്ങൾ മുസ്ലിങ്ങളോടുള്ള സഹതാപം കാരണം ഒരാളും അറിയാതെ രാത്രികാലങ്ങളിൽ ചില ഖുറൈശികൾ അവിടേക്ക് എത്തിച്ചിരുന്നു. പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക, ആ ശക്തമായിട്ട് ഉപരോധത്തിനോട് പ്രതികൂലമായിട്ടുള്ള നിലപാട് മനസ്സുകൊണ്ട് സ്വീകരിച്ച ചില ആളുകൾ, അതായത് ഒരല്പമെങ്കിലും കാരുണ്യം അവശേഷിച്ചിരുന്ന ചില ഖുറൈശികൾ അവർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് രഹസ്യമായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ അവർ നൽകിയ സഹായമായിരുന്നു ആ സന്ദർഭത്തിൽ മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന ഏക ആശ്വാസം. അത്തരത്തിൽ എത്തിച്ച ചില വ്യക്തികൾ, ഒന്ന് ഹക്കീം ഇബ്നു ഹിസാം, ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ ഹക്കീം ഇബ്നു ഹിസാം,
നമ്മൾ നേരത്തെ ഖദീജ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചുള്ള ചരിത്രം 12ാമത്തെ ഭാഗത്താണെന്ന് തോന്നുന്നു. ആ സ്ലൈഡിൽ കാണിച്ച സന്ദർഭത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പിന്നീട് ഇദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. ഹക്കീം ഇബ്നു ഹിസാം കഅബാലയത്തിനകത്ത് ജനിച്ച ഏക വ്യക്തിയാണ്. ഹക്കീം നേരത്തെ ഞാൻ പറഞ്ഞതാണ്, അദ്ദേഹമായിരുന്നു ഒരാൾ. അതേപോലെ തന്നെ രണ്ടാമത്തെ വ്യക്തി മുത്തീം ഇബ്നു അദിയാണ്. മുത്തീം ഇബ്നു അദി അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല നിർണായക ഘട്ടത്തിലും അദ്ദേഹം സഹായിക്കുന്നുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചും നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. മുത്തീം ഇബ്നു അദി അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പുത്രൻ, അദ്ദേഹത്തിന്റെ മകൻ പിന്നീട് പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബിയായിട്ട് തീരുന്നുണ്ട്. ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു അദ്ദേഹം പിന്നീട് ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ സഹായം എത്തിച്ച മൂന്നാമത്തെ വ്യക്തി ഹിഷാം ഇബ്നു അംർ. ഈ മൂന്നാളുകളാണ് പ്രധാനമായിട്ടും മുസ്ലിങ്ങൾക്ക് രഹസ്യമായിട്ട് ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുത്തത്. ഇപ്പൊ രാത്രി കാലങ്ങളിൽ അവരുടെ ഒട്ടകപ്പുറത്ത് ഭക്ഷണ സാധനങ്ങളെല്ലാം വെച്ച് രഹസ്യമായിട്ട് മറ്റാരും കാണാത്ത വഴികളിലൂടെയെല്ലാം ആ താഴ്വരയിലേക്ക് എത്തി അവിടെ ഒട്ടകത്തെ കെട്ടിയിട്ട് ആ ഭക്ഷണങ്ങൾ രഹസ്യമായിട്ട് അവർ കടത്തുമായിരുന്നു. അതായിരുന്നു മുസ്ലിങ്ങൾക്ക് ആ സന്ദർഭത്തിലുണ്ടായിരുന്ന ഏക ആശ്വാസം. പക്ഷെ അതേ സന്ദർഭത്തിൽ ആ താഴ്വരയിലേക്ക് മക്കയിൽ നിന്നും ഒന്നും എത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ പല സന്ദർഭത്തിലും അബൂജഹൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. പ്രത്യേകമായിട്ട് അദ്ദേഹം അവിടേക്കുള്ള വഴികളിലെല്ലാം പ്രത്യേകം അദ്ദേഹം പരിശോധിച്ചിരുന്നു. അദ്ദേഹത്തിന് സംശയമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഹക്കീം ഇബ്നു ഹിസാം, അദ്ദേഹം പിന്നീട് ഇസ്ലാമിലേക്ക് വന്നു റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഭക്ഷണമായിട്ട് പോകുന്നത് അബൂജഹൽ അദ്ദേഹം കയ്യോടെ പിടിച്ച് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അബൂജഹൽ ചോദിച്ചേ, എങ്ങോട്ടാണ് ഈ രാത്രി സന്ദർഭത്തിൽ ഇത്രയും ഈ വാണ്ടവുമായിട്ട് നിങ്ങൾ എങ്ങോട്ടാണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ വീട്ടിലേക്കാണ്. അപ്പൊ അബൂജഹലിന് കാര്യം മനസ്സിലായി. അദ്ദേഹം ചോദിച്ചു, അതദ്ഹബു ബിതുആം ഇലാ ബനി ഹാഷിം, ഈ ഭക്ഷണം എല്ലാം എടുത്തുകൊണ്ട് നിങ്ങൾ ബനു ഹാഷിമിന്റെ അടുത്തേക്കല്ലേ പോകുന്നത്? അദ്ദേഹം അവസാനം സമ്മതിച്ചു. കാരണം സമ്മതിക്കാതെ വഴിയില്ല. ആ സന്ദർഭത്തിൽ അബൂജഹൽ അത് മുടക്കാൻ ശ്രമിച്ചു. ഒരിക്കലും ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവർ തമ്മിൽ വാക്ക് തർക്കായ സന്ദർഭത്തിൽ അതിലൂടെ മറ്റൊരാൾ കടന്നു വരാൻ, മൂന്നാമനായിട്ട് അതിലൂടെ അബുൽ ബുഖ്തരി എന്നറിയപ്പെടുന്ന മറ്റൊരു ഖുറൈശി പ്രമാണി അതിലൂടെ കടന്നു വരാൻ. അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് നല്ലൊരു മനസ്സുണ്ടായിരുന്നു. അദ്ദേഹം അബൂജഹലിനോട് പറഞ്ഞു, വിട്ടുകൊടുത്തേക്ക്. അത് അദ്ദേഹം കൊണ്ടുവന്ന് മറ്റാർക്കുമല്ല, ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരപുത്രനാണ്. അപ്പൊ അവര് പറയാണ്, സഹോദരിക്ക് വേണ്ടിയല്ല കൊണ്ടുപോകുന്നത്, എന്തിനാണ് ഇങ്ങനെ തടയുന്നത്? അതേ രൂപത്തിൽ അബുൽ ബുഖ്തരി ഇടപെട്ട് അവസാനം ആ ഭക്ഷണം കൊണ്ടുപോകാൻ അവസാനം അനുവദിക്കുകയാണ്. ഇതേ രൂപത്തിൽ ഒറ്റപ്പെട്ട ആളുകൾ എത്തിച്ച ഭക്ഷണ സാധനങ്ങളായിരുന്നു ആ ഒരു സന്ദർഭത്തിലുടനീളം മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന ഏക ആശ്വാസം. ഒറ്റപ്പെട്ട ചില ആളുകൾ രഹസ്യമായിട്ട് ആ താഴ്വരയിലേക്ക് ഭക്ഷണം എത്തിക്കുന്നത് അബൂജഹലിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി അദ്ദേഹം പിന്നീട് അക്കാര്യത്തിൽ പ്രത്യേകമായിട്ട് ജാഗ്രത കൈക്കൊള്ളാൻ, അതിനുള്ള സാധ്യതകളെല്ലാം അദ്ദേഹം കുട്ടിയടക്കാൻ ശ്രമിക്കുകയാണ്. അതോടുകൂടെ മുസ്ലിങ്ങളുടെ പ്രയാസങ്ങൾ ആ താഴ്വരയിൽ വർദ്ധിച്ചു വരാൻ, പട്ടിണിയും പരിവട്ടും വർദ്ധിക്കാൻ. ഈ ഒരു സന്ദർഭത്തിൽ സ്വന്തം അനുയായികൾ തങ്ങളോട് ചെയ്ത ആ ഒരു ക്രൂരത, അതിൽ പ്രതിഷേധിച്ച് അതിൽ മനം നൊന്ത് അബൂ ത്വാലിബ അവിടെ വെച്ചുകൊണ്ട് അതിമനോഹരമായിട്ടുള്ള ചില കവിതാശകലങ്ങൾ കുറിക്കുന്നുണ്ട്. അബൂ ത്വാലിബിന്റെ കവിതകളെ സംബന്ധിച്ച് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ അതിമനോഹരമായിട്ടുള്ള കവിതകൾ നിരവധി സീറത്ത് ഇബ്നു ഹിശാമിലെല്ലാം നമുക്ക് വായിക്കാൻ സാധിക്കും. അബൂ ത്വാലിബിന്റെ കവിതകളെ സംബന്ധിച്ച് ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാഹി പോലെയുള്ള പണ്ഡിതന്മാർ അബൂ ത്വാലിബിന്റെ കവിതകൾ ജാഹിലിയ കാലഘട്ടത്തെ പ്രസിദ്ധമായിട്ടുള്ള മുഅല്ലഖാത്തു സബഅയേക്കാൾ മനോഹരങ്ങളായിരുന്നെന്ന് സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. കാരണം അത് ശൈലിയിൽ മാത്രമല്ല, ആശയ സമ്പുഷ്ടതയിലും അബൂ ത്വാലിബിന്റെ കവിതകളായിരുന്നു മുന്നിട്ട് നിന്നത്. കാരണം ജാഹിലിയ കാലഘട്ടത്തിലുള്ള കവിതകളുടെ പ്രമേയം, അത്തരം കവിതകൾ പ്രമേയമാക്കിയിരുന്നത് സ്ത്രീകളും മദ്യവും അതേപോലെ തന്നെ പ്രേമം, ഇതായിരുന്നു അക്കാലഘട്ടത്തെ കവിതയുടെ പ്രമേയ വിഷയങ്ങൾ. പക്ഷേ അബൂ ത്വാലിബിന്റെ കവിതകൾ അത് സ്വന്തം ബന്ധുക്കൾ തങ്ങൾക്കെതിരെ സ്വീകരിച്ച നിലപാടിൽ മനംതൊന്ത് ഹൃദയം കൊണ്ട് രചിക്കപ്പെട്ട മനോഹരമായിട്ടുള്ള രചനകളാണ്, അതിമനോഹരമായിട്ടുള്ള കവിതകൾ. പ്രത്യേകം മനസ്സിലാക്കുക, കവിത എന്നുള്ളത് അത് അക്കാലഘട്ടത്തെ പ്രതിഷേധ സ്വരം കൂടെയാണ്. അതായത് ഇക്കാലഘട്ടത്ത് ഒരാളും ശ്രദ്ധിക്കപ്പെടാത്തൊരു വിഷയം നമ്മൾ മീഡിയയിലൂടെ പുറത്തു കൊണ്ടുവരുന്നത് പോലെ, എന്തൊരു സമൂഹത്തിന്റെ ശ്രദ്ധ അതിലേക്ക് ആകർഷിക്കുന്നത് പോലെ, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള പ്രതിഷേധം അല്ലെങ്കിൽ ഒരു ഗ്രന്ഥം രചിക്കുന്നതിന് സമാനമായിട്ടുള്ള പ്രവൃത്തിയാണ് അക്കാലഘട്ടത്തെ കവിതകൾ. അബൂ ത്വാലിബ് കവിത രചിക്കുക മാത്രമല്ല, അതേപോലെ തന്നെ റസൂൽ അവിടെ താമസിച്ച ആ 3 വർഷക്കാലഘട്ടത്തിലുടനീളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ അദ്ദേഹം പ്രത്യേകം ജാഗ്രത കൈക്കൊണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരെങ്കിലും വന്ന് രഹസ്യമായിട്ട് ആക്രമിക്കുമെന്നുള്ള ഭയം കാരണം പല സന്ദർഭത്തിലും അബൂ ത്വാലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം വിരിപ്പിൽ കടത്തുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥലം നിരന്തരം മാറ്റിക്കൊണ്ടിരുന്നു, കാരണം ആ ഒരു ഭയം കാരണം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സന്ദർഭത്തിലുടനീളം
ഹജ്ജ് കാലത്തിലും മറ്റും മക്കയിലേക്ക് പുറത്തുനിന്ന് വരുന്ന ആ ഗോത്രക്കാർക്കിടയിലേക്കെല്ലാം ഇറങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രബോധനം തുടർന്നുകൊണ്ടിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, ദിവസങ്ങൾ പിന്നിടുന്നതിനനുസരിച്ച് മുസ്ലിങ്ങളുടെ അവസ്ഥ അങ്ങേയറ്റം മോശമായിട്ട് വരികയാണ്. ഇപ്പൊ ബനൂ ഹാശിമിന്റെ ഒരു അവസ്ഥയിൽ മക്കയിലുണ്ടായിരുന്ന പല ആളുകൾക്കും ദയ തോന്നി. കാരണം ഒരുപാട് കാലം പിന്നിട്ടു. കരാറിനെ പ്രതികൂലിക്കുന്ന ചില ആളുകൾ ഖുറൈശികൾക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. നേരത്തെ ഭക്ഷണം എത്തിച്ച ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു. അപ്പൊ അവര് തന്നെ തീരുമാനിക്കണം, എന്തെങ്കിലും ഒന്ന് ചെയ്തേ തീരൂ, ഒരുപാട് കാലമായി ഇത് തുടരുന്നു, എന്തെങ്കിലും ഒന്ന് ചെയ്തേ തീരുമെന്ന് അവര് തന്നെ അതിന് മുൻകൈ എടുത്തിറങ്ങാൻ ആദ്യമായിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി ഇറങ്ങിയ വ്യക്തി, അല്ലെങ്കിൽ ആ കരാറിനെതിരെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് ഇറങ്ങി പുറപ്പെട്ട വ്യക്തി ഹിഷാം ഇബ്നു അമ്രാണ്. ഹിഷാം ഇബ്നു അമ്ർ നേരത്തെ ഞാൻ പറഞ്ഞു രഹസ്യമായിട്ട് ഭക്ഷണം എത്തിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒറ്റക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം ചെയ്തത് ഈ കരാറിനെ പ്രതികൂലിക്കുന്ന ആളുകളെ മുഴുവൻ ആദ്യം ഒരുമിച്ച് കൂട്ടാനുള്ള ശ്രമം, അവരെ മുഴുവൻ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുള്ള ശ്രമമാണ് ആദ്യം അദ്ദേഹം നടത്തിയത്. അതിനുവേണ്ടി ആദ്യം ഹിഷാം ഇബ്നു അമ്ർ സമീപിച്ചത് മഖ്സൂം ഗോത്രക്കാരനായ സുഹൈർ ഇബ്നു അബി ഉമയ്യയാണ്. സുഹൈർ ഇബ്നു അബി ഉമയ്യ, മഖ്സൂം എന്നുള്ളത് ബനു മഖ്സൂം അബൂജഹലിന്റെ ഗോത്രാണ്. എന്തിനാണ് അബൂജഹലിന്റെ ഗോത്രക്കാരന്റെ അടുത്തേക്ക് ആദ്യമായിട്ട് അദ്ദേഹം പോയത്? അതിനുള്ള ഉത്തരം എന്താന്ന് വെച്ചാൽ, ഈ സുഹൈർ ഇബ്നു അബി ഉമയ്യ എന്നുള്ളത് അദ്ദേഹം ബനു മഖ്സൂം ഗോത്രക്കാരനാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ മാതാവ് അബ്ദുൽ മുത്തലിബിന്റെ മകളായ ആത്തിക്കയാണ്. ആത്തിക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിയായിട്ട് വരും. അതായത് സുഹൈർ ബിൻ അബി ഉമയ്യ എന്നുള്ളത് റസൂലുള്ളാഹിന്റെ അമ്മായിയുടെ മകനാണ്. അദ്ദേഹത്തിന്റെ അടുത്തേക്കാണ് ആദ്യം ഹിഷാം ബിൻ അമ്ർ പോയത്. ഹിഷാം ബിൻ അമ്ർ പോയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, യാ സുഹൈർ ഖദ് റളീത ബി അൻ തഅകുല തുആമ വതൽബിസ സിയാബ. അദ്ദേഹം ചോദിക്കാണ്, ഓ ഹിഷാം, നിന്റെ അമ്മാവന്മാർ, അതായത് നിന്റെ ഉമ്മയുടെ ബന്ധുക്കള്, അവരാ താഴ്വരയിൽ അവർക്ക് ഭക്ഷണമില്ല, വസ്ത്രമില്ല, അവർക്ക് വിൽക്കാനോ വാങ്ങാനോ സാധ്യമല്ല. ഇതേ രൂപത്തിൽ അവര് പട്ടിണിയും പരിവട്ടായിട്ട് ആ താഴ്വരയിൽ വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരതേ രൂപത്തിൽ നിന്റെ സ്വന്തം മാതാവിന്റെ ബന്ധുക്കൾ, നിന്റെ അമ്മാവന്മാരെല്ലാം ഇതേ രൂപത്തിൽ കഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണ് നിനക്ക് ഇവിടെ സുബിറ്റായിട്ട് ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ സാധിക്കുന്നത്? നിനക്ക് ഒരു മനപ്രയാസം അതിലില്ലേ? ആ സന്ദർഭത്തിൽ സുഹൈർ ബിൻ അബി ഉമയ്യ അദ്ദേഹം പറഞ്ഞു, വൈഹക് യാ ഹിഷാം, ഹിഷാമൻ നിനക്ക് നാശം. ഫമാദ അസ്നൗ ഇന്നമാ അന റജുലുൻ വാഹിദ്. അദ്ദേഹം പറയാൻ, നാശം നീ പറയുന്നത് പോലെയല്ല, എന്റെ മനസ്സിൽ അതിൽ തീർച്ചയായിട്ടും അതിലൊക്കെ വേദനയുണ്ട്. പക്ഷേ എനിക്കെന്ത് ചെയ്യാനാണ്? ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ്? ഇപ്പൊ ഹിഷാം ഇബ്നു അമ്രിന് മനസ്സിലായി, അദ്ദേഹം കൂടെ നിൽക്കുന്ന മനസ്സിലായ സന്ദർഭത്തിൽ ഹിഷാം ഇബ്നു അമ്ർ പറഞ്ഞു, നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്റെ കൂടെയുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല, നമ്മൾ മാത്രമല്ല, ഇതേ രൂപത്തിൽ നിന്നെപ്പോലെ ചിന്തിക്കുന്ന നിരവധി ആളുകളുണ്ട്, അവരെ എല്ലാം നമുക്ക് ഒന്നിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഞാനുണ്ടാകും. സുഹൈർ ബിൻ അബി ഉമയ്യ അദ്ദേഹം സമ്മതം നൽകുകയാണ്. ഉടനെ തന്നെ ഹിഷാം ഇബ്നു അമ്ർ അദ്ദേഹം രണ്ടാളുകളായി. മൂന്നാമതായിട്ട് അദ്ദേഹം സമീപിക്കുന്നത് മുത്തീബിൻ അദീനെയാണ്. മുത്തീബിൻ അദീനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞു, അദ്ദേഹവും രഹസ്യമായിട്ട് ഭക്ഷണം എത്തിച്ച വ്യക്തിയാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിനും ബനു ഹാശിം കുടുംബമായിട്ട് ബന്ധമുണ്ട്. ഇതെല്ലാം ഖുറൈശി ഗോത്രാണ്. അതായത് അദ്ദേഹത്തിന്റെ അബ്ദുൽ മുത്തലിബിന്റെ സഹോദരനായ നൗഫലിന്റെ പേരക്കുട്ടിയാണ് ഈ മുത്തീബിൻ അദീ. അപ്പൊ ആ ഒരു കെയർ ഓഫിൽ അദ്ദേഹത്തിന് ബനു ഹാശിം ഗോത്രമായിട്ടൊരു ബന്ധമുണ്ട്. ഹിഷാം ഇബ്നു അമ്ർ മുത്തീബിൻ അദീനോടും പോയി കാര്യം പറഞ്ഞു. അദ്ദേഹം ഉടനെ തന്നെ അദ്ദേഹവും സമ്മതം നൽകി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒറ്റക്കൊന്നും ചെയ്യാൻ കഴിയില്ല, പക്ഷേ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവും. അദ്ദേഹം സമ്മതം നൽകുകയാണ്. ഹിഷാം ഇബ്നു അമ്ർ മൂന്നാമതായിട്ട്, അതായത് ഇപ്പൊ മൊത്തം 3 വ്യക്തികളായി, നാലാമതായിട്ട് അദ്ദേഹം സമീപിക്കുന്നത് ഖദീജ റളിയല്ലാഹു അൻഹക്കുള്ള ആ ഭക്ഷണം കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞു, ഹക്കീം ഇബ്നു ഹിസാം ആ ഭക്ഷണം കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ അബൂജഹൽ വഴിയിൽ വെച്ച് തടഞ്ഞ സന്ദർഭത്തിൽ അതിനനുകൂലമായിട്ട് സംസാരിച്ചൊരു വ്യക്തി, നേരത്തെ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും, അബുൽ ബുഖ്തരി. ആ അബുൽ ബുഖ്തരിയെയും ഹിഷാം ഇബ്നു അമ്ർ പോയി കണ്ട് അദ്ദേഹത്തോടും കാര്യം പറഞ്ഞു. അദ്ദേഹവും പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. അങ്ങനെ മൊത്തം 5 ആളുകളായി. ഈ 5 ആളുകൾ അതോടൊപ്പം തന്നെ മറ്റാളുകൾ സമഅ ഇബ്ൻ അൽ അസ്വദ് എന്നറിയപ്പെടുന്ന മറ്റൊരു വ്യക്തിയെയും അവർ കൂടെ കൂട്ടി. ഈ മൊത്തം വരുന്ന 5 ആളുകൾ അവർ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. കരാറിനെതിരെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടി അവർ പദ്ധതി ആസൂത്രണം ചെയ്യാൻ, ആ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഈ 5 ആളുകളും രാത്രി രഹസ്യമായിട്ടൊരു മീറ്റിംഗ് കൂടി. മക്കയിൽ ഹജൂൻ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് അവര് രാത്രി രഹസ്യമായിട്ടൊരു മീറ്റിംഗ് കൂടി 5 ആളുകൾ.
പിറ്റേന്നേക്കുള്ള ഒരു പദ്ധതി അവർ ആസൂത്രണം ചെയ്യാൻ. അതായത് പിറ്റേന്നേക്കുള്ള ഒരു നാടകത്തിന്റെ ഒരു സ്ക്രിപ്റ്റ് അവിടെ വെച്ചുകൊണ്ട് അവര് രചിക്കുകയാണ്. ആ നാടകം എന്താണെന്ന് നാളെ കാണും. സുഹൈർ ബിൻ അബി ഉമയ്യ അദ്ദേഹത്തെയാണ് അവർ സംസാരിക്കാൻ ചുമതലപ്പെടുത്തിയത്. പിറ്റേ ദിവസം പ്രഭാതമായി ആ സന്ദർഭത്തിൽ ഖുറൈശികളെല്ലാം, ആ കഅബാലയത്തിന് സമീപത്ത് ഖുറൈശികളെല്ലാം ഒരുമിച്ച് കൂടിയ സന്ദർഭത്തിൽ, ആ നാദി അവരുടെ ആ സദസ്സ് കൂടിയ സന്ദർഭത്തിൽ ഈ 5 ആളുകൾ ആ സദസ്സിലേക്ക് വന്ന് 5 ആളുകളും യാതൊരു സംശയത്തിനും ഇട നൽകാത്ത വിധം 5 ആളുകൾ സദസ്സിന്റെ 5 ഭാഗത്തായിട്ട് പോയി ഇരുന്നു. ഒരുമിച്ചിരുന്നാൽ ഒരുപക്ഷെ സംശയം തോന്നും. അപ്പൊ സദസ്സിന്റെ ഓരോ ഭാഗത്തായിട്ട് ഈ 5 ആളുകൾ പോയിരുന്നു. അതിനുശേഷം ഈ സുഹൈർ ബിൻ അബി ഉമയ്യ അദ്ദേഹമാണ് ആദ്യം സംസാരിക്കാൻ അദ്ദേഹത്തെയാണ് ചുമതലപ്പെടുത്തിയത്. അതാണ് അവരുടെ പ്ലാന്. അദ്ദേഹം ഒരു നീളക്കുപ്പായെല്ലാം ധരിച്ച് അദ്ദേഹം ഒന്നും അറിയാത്ത പോലെ വന്ന് ആ കഅബാലയത്തിന് ചുറ്റും 7 തവണ തവാഫ് ചെയ്തതിന് ശേഷം അദ്ദേഹം അവിടെ കയറി നിന്നുകൊണ്ട് പെട്ടെന്ന് അദ്ദേഹം ഖുറൈശികളെ വിളിച്ചുകൊണ്ട് യാ അഹ്ലു മക്ക, മക്കക്കാരെ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം ഒരു സംസാരം ആരംഭിച്ചു. അദ്ദേഹം പറഞ്ഞു, ഹാശിം കുടുംബം മക്കൾക്ക് പുറത്ത് അവർക്ക് ഭക്ഷണമില്ല, വിൽക്കാനോ വാങ്ങാനോ കഴിയാതെ പട്ടിണി കിടന്ന് അവിടെ കഷ്ടപ്പെടാണ് കാലങ്ങളായി. പക്ഷെ അതേ സന്ദർഭത്തിൽ ഇവിടെ അവരുടെ ബന്ധുക്കളായിട്ടുള്ള നമ്മൾ സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, വസ്ത്രം ധരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ മാന്യതയ്ക്ക് ചേർന്നതാണോ? ഈ രൂപത്തിലുള്ള ഒരു ക്രൂര പ്രവൃത്തി നമുക്ക് ചേർന്നതാണോ? അദ്ദേഹം അതേ രൂപത്തിൽ അവിടെ വെച്ചുകൊണ്ട് ഉറക്കെ സംസാരിക്കാൻ തുടങ്ങി. നമ്മൾ കഅബയുടെ പരിപാലകരാണ്. ഇതേ രൂപത്തിലുള്ള ഒരു നീചപ്രവൃത്തി, സ്വന്തം അനുയായികൾ ഇതേ രൂപത്തിൽ പട്ടിണിക്കിട്ട് കഷ്ടപ്പെടുത്തുന്ന ആ ഒരു ക്രൂരത നമ്മൾ ചെയ്യാൻ പാടുണ്ടോ? അതേ രൂപത്തിൽ അദ്ദേഹം സംസാരിച്ച സന്ദർഭത്തിൽ പള്ളിയുടെ, അതായത് മസ്ജിദുൽ ഹറാമിന്റെ ഒരു മൂലയിലിരുന്ന അബൂജഹൽ അദ്ദേഹത്തിന് അങ്ങേയറ്റം കോപപുരാണ്. അദ്ദേഹം ഉടനെ തന്നെ എഴുന്നേറ്റുന്നോണ്ട് പറഞ്ഞു, കളവാണ് നീ പറയുന്നത്, നീ കളവാണ് പറയുന്നത്. കാരണം ഇത് ഒരാളെടുത്ത തീരുമാനമല്ല, മറിച്ച് നമ്മൾ ഖുറൈശികൾ ഒന്നിച്ചെടുത്തൊരു തീരുമാനമാണ്. ഇപ്പോ നീ ഒറ്റക്ക് വന്നിട്ട് അതിനെ എതിർക്കാണോ? നീ കള്ളനാണെന്ന് പറഞ്ഞ അബൂജഹൽ അവിടെ വെച്ചുകൊണ്ട് സുഹൈർ ബിൻ അബി ഉമയ്യ അദ്ദേഹം ശക്തമായിട്ട് എതിർക്കുകയാണ്. എതിർത്ത ഉടനെ തന്നെ സമർത്ഥമായിട്ട് അവര് തലേന്ന് എഴുതിയ സ്ക്രിപ്റ്റിനനുസരിച്ച് അവിടെ കാര്യങ്ങൾ നടക്കാൻ പോവാണ്. ഉടനെ തന്നെ സദസ്സിന്റെ ഒരു ഭാഗത്ത് നിന്നും ആദ്യമായിട്ട് എഴുന്നേറ്റ് സമഅ ബിൻ അൽ അസ്വദ് അദ്ദേഹം എഴുന്നേറ്റുന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അബൂജഹലിനോട് പറഞ്ഞു, നീയാണ് കള്ളൻ. ഈ കരാർ എഴുതുന്നതിനോട് ഞങ്ങൾക്കൊന്നും അനുകൂലമായിട്ടുള്ള നിലപാടുണ്ടായിരുന്നില്ല. നിന്റെ നിർബന്ധം കാരണമാണ് ആ കരാർ എഴുതേണ്ടി വന്നതെന്ന് അദ്ദേഹം പരസ്യമായിട്ട് സദസ്സിൽ നിന്റെ ഒരു ഭാഗത്ത് നിന്ന് എഴുന്നേറ്റുന്നുകൊണ്ട് അബൂജഹലിനെതിരെ സംസാരിക്കുകയാണ്. ഞങ്ങൾക്ക് ആർക്കും അത് ഇഷ്ടമുണ്ടായിരുന്നില്ല, നിന്റെ നിർബന്ധം കാരണമാണ് ആ കരാർ എഴുതേണ്ടി വന്നത്. ഉടനെ തന്നെ സമഅ ഇബ്നു അൽ അസ്വദ് അദ്ദേഹം അത് പറഞ്ഞ ഉടനെ തന്നെ സദസ്സിന്റെ മറ്റൊരു ഭാഗത്ത് നിന്നും അബുൽ ബുഖ്തരി അദ്ദേഹവും എഴുന്നേറ്റുന്നു. ഇതെല്ലാം തലേന്ന് എഴുതിയ ആ ഒരു സ്ക്രിപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അബുൽ ബുഖ്തരി അദ്ദേഹം സദസ്സിന്റെ മറ്റൊരു ഭാഗത്തു നിന്ന് എഴുന്നേറ്റുന്നോണ്ട് പറഞ്ഞു, സമഅ പറയുന്നത് ശരിയാണ്, സമഅയും അതേപോലെ തന്നെ സുഹൈറെല്ലാം പറയുന്നത് ശരിയാണ്, ഞങ്ങൾക്ക് ആർക്കും ഈ കരാർ ഇഷ്ടമുണ്ടായിരുന്നില്ല, നിന്റെ നിർബന്ധം കാരണമാണ് ഈ കരാർ എഴുതേണ്ടി വന്നത്. ഉടനെ തന്നെ സദസ്സിന്റെ പിറകു ഭാഗത്തു നിന്ന് മുത്തീബിൻ അദി അദ്ദേഹവും പ്രധാനപ്പെട്ട ഖുറൈശി പ്രമാണിയാണ്, അദ്ദേഹം എഴുന്നേറ്റുന്നോണ്ട് പറഞ്ഞു, ഇവരൊക്കെ പറയുന്നത് ശരിയാണ്, ഇത് ശരിയല്ല, നമ്മൾ ചെയ്യുന്നത് ശരിയല്ല, ആ കരാറിനോട് എനിക്ക് തുടക്കത്തിലെ എനിക്ക് അനുകൂലമായിരുന്നില്ല, പക്ഷെ നിങ്ങളുടെ നിർബന്ധം കാരണമാണ് ഞാൻ അതിന് അനുകൂലമായിട്ട് നിന്നത്. അവസാനമായിട്ട് ഹിശാം ഇബ്നു അംറ അദ്ദേഹം എഴുന്നേറ്റുന്നുണ്ട് പറഞ്ഞു, അദ്ദേഹവും അതിനെ അനുകൂലിച്ച് സംസാരിക്കുക. ചിന്തിച്ചു, അതായത് ഹിശാം ഇബ്നു അംറാണ് ആദ്യമായിട്ട് അതിന് മുൻകൈ എടുത്തത്, പക്ഷെ ആ സദസ്സിൽ അവസാനമായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നത് ഹിശാം ഇബ്നു അംറാണ്. അദ്ദേഹവും എഴുന്നേറ്റ് അതിനെ അനുകൂലിച്ച് സംസാരിച്ചു. അപ്പൊ അതെല്ലാം കേട്ട സന്ദർഭത്തിൽ അബൂജഹൽ വല്ലാതെ നെട്ടാണ്. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? കാരണം ഇത്രയും കാലം ഇല്ലാത്ത രൂപത്തിൽ എല്ലാ ആളുകളും സദസ്സ് മൊത്തം അബൂജഹലിനെതിരെ നീങ്ങിയത് രൂപത്തിലുള്ള ഒരു പ്രതീതി അവിടെ സൃഷ്ടിക്കപ്പെടാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. സദസ്സിലുള്ള വെറും 5 പേര് മാത്രമാണ് അവിടെ സംസാരിച്ചത്, അനുകൂലമായിട്ട് സംസാരിച്ചത്. പക്ഷെ അവരുടെ കൃത്യമായിട്ടുള്ള ആസൂത്രണം കാരണം ആ സദസ്സ് മുഴുവനും അബൂജഹലിന്റെ കരാറിന്, അല്ലെങ്കിൽ ആ ബനു ഹാശിമിനെതിരെ എഴുതിയ കരാറിന് എതിരാണെന്ന് ഉള്ള ഒരു പ്രതീതി അവിടെ അവരുടെ സംസാരം കാരണം സൃഷ്ടിക്കപ്പെടാൻ. മനോഹരമായിട്ടുള്ള പാഠം. അതായത് ഇതേ രൂപത്തിൽ നമ്മൾ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത ഒരു പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ ഇതേ രൂപത്തിൽ വലിയൊരു ആൾക്കൂട്ടത്തെ പരാജയപ്പെടുത്താൻ സാധിക്കും എന്നുള്ള മനോഹരമായിട്ടുള്ള പാഠം കൂടെയാണ് നൽകുന്നത്. പക്ഷെ അത് കേട്ട സന്ദർഭത്തിൽ അബൂജഹൽ അദ്ദേഹം ചില്ലറക്കാരനല്ല, അവരുടെ നേതാവാണ്. ഇതേ രൂപത്തിലുള്ള കുരുട്ടെല്ലാം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന് കൃത്യമായിട്ട് കാര്യം മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ഹാദ അമ്രുൻ ദുബ്ബിർ അല്ലെങ്കിൽ ഖുദിയ ബില്ലയിൽ വതുശബ്ബിറ ഫീഹി ബിഗൈരി ഹാദൽ മക്കാൻ. അദ്ദേഹം പറയാണ്, അതായത് ഇത് തീർച്ചയായിട്ടും ഇത് ഇവിടെ സ്വാഭാവികമായിട്ട് നടന്നൊന്നുമല്ല, നിങ്ങൾ എവിടെയോ വെച്ച് രാത്രി പ്ലാൻ ചെയ്തതിന്റെ ഫലമാണ് ഇതേ രൂപത്തിൽ ഇവിടെ നടന്നത്.
ഞാനിത് വിശ്വസിക്കുന്നില്ല, ഇത് നിങ്ങൾ മുൻകൂട്ടി പദ്ധതി ചെയ്ത് ഇവിടെ കളിക്കുന്ന ഒരു നാടകമാണെന്ന് എനിക്കറിയാമെന്ന് അബൂജഹൽ അവിടെ വെച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ഏതായാലും അബൂജഹൽ പറഞ്ഞത് ശരിയായിരുന്നു. പക്ഷെ അവരതിനെ അനുകൂലിച്ചുകൊണ്ട് ഇതേ രൂപത്തിൽ അവരവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവിടേക്ക് അബൂ ത്വാലിബ് നടന്നു വരികയാണ്. രണ്ട് ഉദ്ധരണികൾ ഞാൻ ചേർത്ത് വെക്കുകയാണ്. ഇത് രണ്ടും രണ്ട് സംഭവങ്ങളായിട്ട് കാണാൻ സാധിക്കും. പക്ഷെ ഒരുമിച്ച് ഇവിടെ സൂചിപ്പിക്കുന്ന മാത്രം രണ്ട് രൂപത്തിലുള്ള ഉദ്ധരണികളാണ്. ഒരു ഉദ്ധരണിയിൽ അവർ അതേ രൂപത്തിൽ സംസാരിച്ച് നേരെ പോയി കഅബ തുറന്ന ആ കരാർ പുറത്തെടുത്തു എന്നാണ് ഒരു ഉദ്ധരണിയിൽ കാണാൻ സാധിക്കുക. പക്ഷേ സീറത്ത് ഇബ്നു ഹിശാമിലുള്ള ഉദ്ധരണി അവരവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അബൂ ത്വാലിബ് ദൂരെ നിന്ന് നടന്നു വരുന്നതായിട്ട് അവർ കാണുകയാണ്. അപ്പൊ അബൂ ത്വാലിബ് അങ്ങോട്ട് നടന്നു വരാനൊരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്നുള്ളത് ഒരല്പം നമ്മൾ റിവൈൻഡ് എടുക്കുക. അതായത് അബൂ ത്വാലിബിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരല്പം മുമ്പ്, അതായത് ഒരു ദിവസം മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഅബാലയത്തിന്റെ ഉള്ളിൽ അവർ ഭദ്രമായിട്ട് സൂക്ഷിക്കപ്പെട്ട ആ കരാർ, അത് എഴുതിയ ആ സ്വഹീഫ, അത് ചിതലുകൾ തിന്നതായിട്ടുള്ള വിവരം എനിക്ക് വഹയിലൂടെ ലഭിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വാലിബിനോട് പറയാൻ, അതായത് ഖുറൈശികൾ ബനൂ ഹാശിമിന് എതിരെ എഴുതിയ ആ കരാറ് ചിതലുകൾ തിന്ന് നശിപ്പിച്ചതായിട്ടുള്ള വഹ്യ് എനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വാലിബിനെ പിടിച്ച് കാര്യം പറഞ്ഞു. ആ സന്ദർഭത്തിൽ അബൂ ത്വാലിബ് ചിന്തിച്ചു. അബൂ ത്വാലിബ് ഉടനെ തന്നെ ചോദിച്ചു, നിന്റെ നാഥൻ നിനക്ക് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ നീ പറയുന്നത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതെ, ഞാൻ സ്വപ്നം കണ്ടോന്നല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത് ഞാൻ കൃത്യമായിട്ട് വഹ്യിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഉടനെ തന്നെ അബൂ ത്വാലിബ് അത് വിശ്വസിക്കുകയാണ്. ചിന്തിച്ചു നോക്കുക, അബൂ ത്വാലിബ് റസൂലുള്ളാഹിന്റെ ആ വാക്ക് വിശ്വസിക്കുകയാണ്. ആ വിശ്വസിച്ച ആ വാക്കുമായിട്ടാണ് അബൂ ത്വാലിബ് ആ കഅബാലയത്തിന്റെ സമീപത്തേക്ക് നടന്നു വരുന്നത്. അപ്പൊ അബൂ ത്വാലിബിനെ കണ്ട ഉടനെ തന്നെ അവിടെയുള്ള ആളുകളെല്ലാം വല്ലാതെ സന്തോഷിക്കുകയാണ്. കാരണം അവിടെ ആ പട്ടിണിയും കഷ്ടപ്പാടും കാരണം അവസാനം അബൂ ത്വാലിബ് കീഴടങ്ങാൻ വേണ്ടി വരാൻ, അല്ലെങ്കിൽ മുഹമ്മദിനെ അവർക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി ആ തീരുമാനിച്ചുകൊണ്ടാണ് അബൂ ത്വാലിബ് നടന്നു വരുന്നതെന്ന് അവർ ചിന്തിച്ച് അവര് പ്രതീക്ഷയോടെ അദ്ദേഹത്തെ കാത്തിരിക്കണം. അദ്ദേഹം നടന്ന് അടുത്തെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾ എഴുതിയ, അതായത് ബനൂ ഹാശിമിനെതിരെ നിങ്ങൾ എഴുതിയ കരാറ് അത് മുഴുവന് ചിതല് തിന്ന് നശിപ്പിച്ചതായിട്ട് മുഹമ്മദിന്റെ നാഥൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. കാരണം ആ കരാർ നശിച്ചു കഴിഞ്ഞാൽ, കരാർ അതേ രൂപത്തിൽ ചിതല് തിന്നു കഴിഞ്ഞാൽ പിന്നീട് കരാറില്ല. ഇപ്പൊ മുഹമ്മദ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയാണെങ്കിൽ പിന്നീട് ആ ഉപരോധമില്ല, ഞങ്ങൾക്ക് മക്കയിലേക്ക് മടങ്ങി വരാം. ഇനി മുഹമ്മദ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയല്ലെങ്കിൽ, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യപ്രകാരം മുഹമ്മദിന് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരും സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിച്ചു നോക്കുക, അബൂ ത്വാലിബിന്റെ വിശ്വാസം നോക്കുക. അദ്ദേഹം കഅബ തുറന്ന് പരിശോധിച്ചിട്ടല്ലേ ഈ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്കിൽ വിശ്വസിച്ചിട്ടാണ് അബൂ ത്വാലിബ് വന്നിട്ട് സംസാരിക്കുന്നത്. നിങ്ങൾ പരിശോധിച്ചു നോക്കുക, മുഹമ്മദ് പറഞ്ഞത് പ്രകാരം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചിതലകൾ തിന്ന് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപരോധം നിങ്ങൾ പിൻവലിച്ച് ഞങ്ങൾക്ക് മടങ്ങി വരാം. അതല്ല എങ്കിൽ മുഹമ്മദിനെ നിങ്ങൾക്ക് വധിക്കാൻ വേണ്ടി ഞാൻ വിട്ടുതരും. അബൂ ത്വാലിബ് സംസാരിക്കുകയാണ്. കേട്ട ഉടനെ തന്നെ ഖുറൈശികൾക്ക് അങ്ങേയറ്റ സന്തോഷം. അവർ കളിയാക്കി ചിരിക്കുകയാണ്. കാരണം അത്രയും ഭദ്രമായി അവർ കഅബാലയത്തിനകത്ത് വെച്ച് പൂട്ടിയ ആ കരാർ എങ്ങനെയാണ് ചിതല് തിന്ന? ചെതൽ അതിനുള്ളിലേക്ക് കയറണമെങ്കിൽ തീർച്ചയായിട്ടും കഅബാലയത്തിന് പുറത്തും ചെതലുണ്ടാകും, അതിന്റെ ഒരു ലക്ഷണമില്ല. പിന്നെ എങ്ങനെയാണ് അവിടേക്ക് മാത്രം കൃത്യമായിട്ട് പോയി ചെതൽ തിന്ന? അപ്പൊ അതുകൊണ്ട് തന്നെ അബൂ ത്വാലിബ് പറഞ്ഞ ആ വാക്ക് അവർ അംഗീകരിക്കണം. അവർ പറഞ്ഞു തീർച്ചയായിട്ടും ഞങ്ങൾക്കത് സ്വീകാര്യമാണ്. അങ്ങനെ അവർ മുഴുവനും ആ കഅബാലയത്തിനകത്തേക്ക് അവർ നടന്നു നീങ്ങുകയാണ്. അവർ നടന്നു നീങ്ങി ആ കഅബാലയം തുറന്ന് അവർ ഭദ്രമായി സൂക്ഷിക്കപ്പെട്ട ആ ഒരു കരാർ പുറത്ത്, ആ സ്വഹീഫ പുറത്തെടുത്ത സന്ദർഭത്തിൽ മഹാത്ഭുതം സംഭവിച്ചിരിക്കുകയാണ്. കാരണം അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അവർ കരാർ ആരംഭിച്ചത് ബിസ്മിക് അല്ലാഹുമ്മ എന്നുള്ള വചനം കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു പേര് ബിസ്മിക് അല്ലാഹുമ്മ എന്നുള്ള ഭാഗം ഒഴികെ ബാക്കി മൊത്തം ചെതലുകൾ തിന്ന് നശിപ്പിച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അത്ര വലിയ മഹാത്ഭുതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് അനുകൂലമായിട്ട് സൃഷ്ടികൾ അല്ലെങ്കിൽ ജീവികളെ പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുകൂലമാക്കി കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൈന്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നത് ചെതലുകളെയാണ്. സമാനമായിട്ടുള്ള നിരവധി സംഭവങ്ങൾ സീറയിൽ തന്നെ കാണാൻ സാധിക്കും. നമുക്കറിയാം, മുന്നോട്ടുള്ള സീറ ഇൻഷാ അല്ലാഹ് അതെല്ലാം വിശദമായിട്ട് പിന്നീട് പറയും. ഒരു സ്വഹാബി, അദ്ദേഹം മരണപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ജനാസ വികൃതമാക്കാൻ ഒരു വിഭാഗം ശത്രുക്കൾ വന്ന സന്ദർഭത്തിൽ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജനാസ വികൃതമാക്കാൻ ശത്രുക്കൾ വന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കടന്നൽ കൂട്ടത്തെയാണ് സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നത്. ഒരു കടന്നൽ കൂട്ടം വന്നുകൊണ്ട് ആ ജനാസയെ സംരക്ഷിക്കുന്ന മനോഹരമായിട്ടുള്ള സംഭവം ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് പിന്നീട് പറയും. അപ്പൊ ഇവിടെ നശിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചെതലുകൾ ഉപയോഗിക്കുന്നു, അവിടെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു കടന്നൽ കൂട്ടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയക്കുകയാണ്.
അതേപോലെ തന്നെ നേരത്തെ ആനക്കലഹ സംഭവത്തിലും ത്വയ്റ നബാബിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പക്ഷികളെ പറഞ്ഞയച്ചു. എങ്ങനെയാണ് ജീവികളുമായിട്ട്, നമുക്കറിയാം ഓരോ ജീവികളും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾക്കറിയാത്ത രൂപത്തിൽ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുമായിട്ട് അവർക്ക് കൽപ്പന. അപ്പൊ പരിശുദ്ധ ഖുർആനിൽ തന്നെ തേനീച്ചകളെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ സൂറത്ത് നഹലിന്റെ 68-ാമത്തെ ആയത്തിൽ ഔഹാ റബ്ബുക ഇല നഹൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല തേനീച്ചകൾക്ക് വഹ്യ് നൽകി. വഹ്യ് എന്നുള്ളത് പ്രത്യേക രൂപത്തിലുള്ള കൽപ്പനയാണ്. അള്ളാഹു അലം, അതേ രൂപത്തിലുള്ള കൽപ്പനകാരൻ. ഇതേ രൂപത്തിൽ ചെതലുകൾ വന്നിട്ട് ആ കരാറ് മുഴുവൻ ഭക്ഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത് മുഴുവൻ കണ്ണുകൊണ്ട് ആ ജനത കാണുകയാണ്. ചിന്തിച്ചു നോക്കുക, അതിലും വലിയ അത്ഭുതം, ഇതിലും വലിയ ദൃഷ്ടാന്തം എന്താണ് അവർക്ക് വിശ്വസിക്കാൻ വേണ്ടത്? അതിനേക്കാൾ അത്ഭുതം എന്താ വെച്ചാൽ അതിൽ മുന്നിൽ നിൽക്കുന്ന അബൂ ത്വാലിബ്, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചത് പറഞ്ഞത് കണ്ടുകൊണ്ട് നേരിട്ട് കാണാൻ. പക്ഷെ അത് കണ്ട ഉടനെ തന്നെ ആ ജനത പടയപടി ഉടനെ തന്നെ പറഞ്ഞു, ഇത് മുഹമ്മദ് ചെയ്ത സിഹറാണ്. നഊദു ബില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാണ് അവർ ചെയ്തത്, അവർ പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ അവരുടെ നിലപാടുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖമറിന്റെ 2-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യറൗ ആയതൻ യുഅരിദു വ യഖൂലു സിഹറും മുസ്തമിർ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഏതൊരു ദൃഷ്ടാന്തം അവർ കണ്ടാലും, എന്ത് തന്നെ അവർ കണ്ടാലും അവർ പിന്തിരിഞ്ഞു കളയും. ആ കണ്ടതിനെ സംബന്ധിച്ച് അതെല്ലാം സിഹറാണ്, അത് ജാലവിദ്യയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്മാറുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ചാണ് പറയുന്നത്. ആ ചെതലുകൾ തിന്ന് നശിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം അതോടുകൂടെ തന്നെ ആ കരാർ റദ്ദായി. അതോടുകൂടെ അവർ പറഞ്ഞ ആ വാക്കനുസരിച്ച് ആ കരാർ പിൻവലിക്കപ്പെട്ടു. ഉപരോധം കഴിഞ്ഞ് മുസ്ലിങ്ങൾ മുഴുവൻ മക്കയിലേക്ക് തിരിച്ചെത്തുകയാണ്. മക്കയിലേക്ക് തിരിച്ചെത്തി. പക്ഷേ മക്കയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തിരിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിൽ അല്ലെങ്കിൽ ആ സീറയിൽ ഏറ്റവും റസൂലുള്ളാഹിക്ക് പ്രയാസകരമായിട്ട് ചില നിമിഷങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്നീട് കാത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ഉപരോധ കാലഘട്ടം അത് നൽകുന്ന മനോഹരമായിട്ടുള്ള ചില പാഠങ്ങളുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എന്തുകൊണ്ടാണ് ഇത്രയും പ്രയാസകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ വിശ്വസിക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായിട്ടുള്ള പ്രവാചകനും അനുയായികളും കടന്നു പോകേണ്ടി വന്നത്? അതിലുള്ളൊരു യുക്തി ചിന്തിച്ചു നോക്കുക. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയ അതേ പാതയിലൂടെ അല്ലെങ്കിൽ അതേ പ്രയാസത്തിലൂടെ ഖിയാമത്ത് നാൾ വരെ സമാനമായിട്ട് വിശ്വാസികൾ ഒരുപക്ഷെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്ത് കടന്നു പോകേണ്ടി വന്നേക്കാം. ആ സന്ദർഭത്തിൽ അവർക്കുള്ള മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളാണ്. മുസ്ലിം ആയതിന്റെ പേരിൽ, വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ മാത്രം നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങളെ ബഹിഷ്കരിക്കപ്പെടുന്ന സന്ദർഭത്തിൽ, സമൂഹത്തിൽ നിന്ന് നിങ്ങളെ ബഹിഷ്കരിക്കപ്പെടുന്ന സന്ദർഭത്തിൽ, രാജ്യത്തിൽ നിന്ന് നിങ്ങളെ ബഹിഷ്കരിക്കപ്പെടുന്ന സന്ദർഭത്തിൽ, ഈ രാജ്യത്ത് നിങ്ങൾ ജീവിക്കാൻ കൊള്ളുന്നവരല്ല, നിങ്ങൾ പൗരന്മാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ പിന്തള്ളുന്ന സന്ദർഭത്തിൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ആശ്വസിക്കാനുള്ള, അതായത് ഹബീബായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അതേ പാതയിലൂടെ നടന്നു പോയിട്ടുണ്ട്. നന്മ മാത്രം ആ സമൂഹത്തിന് പ്രവർത്തിച്ച ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമീനായിട്ടുള്ള റസൂലുള്ളാഹ് ആ വിശ്വാസം സ്വീകരിച്ച് അത് പ്രബോധനം ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ മാത്രം അത്രയും ക്രൂരമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവസാന നാൾ വരെയുള്ള വിശ്വാസികൾക്ക് ആ ഒരു അനുഭവം, റസൂലുള്ളാഹിന്റെ അനുഭവം നൽകുന്ന തണുപ്പ് എത്രയാണ്! സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ മാത്രം ഇതേ രൂപത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾ, നമ്മുടെ രാജ്യത്തും പുറത്തുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ശത്രുക്കൾ ഒരിക്കലും തുല്യരല്ല. ശത്രുക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ ശത്രുക്കളെ മുഴുവൻ ഒരു ബ്രഷ് കൊണ്ട് നമുക്ക് പെയിന്റ് ചെയ്യാൻ സാധ്യമല്ല. കാരണം ശത്രുക്കൾക്കിടയിലും മുസ്ലിങ്ങളോട് അനുകൂലമായിട്ട് നിലപാട് സ്വീകരിക്കുന്ന നിരവധി ആളുകൾ ഉണ്ടാകും. അവരോട് നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം വേറെയാണ്. ഈ ന്യൂനപക്ഷം വരുന്ന ആളുകൾക്ക് നമ്മളോടുള്ള വെറുപ്പ് കാരണം ഭൂരിപക്ഷം വരുന്ന നിഷ്കളങ്കരായിട്ടുള്ള സമൂഹത്തോട് ഒരിക്കലും അനീതി പ്രവർത്തിക്കാൻ മുസ്ലിങ്ങൾക്ക് അത് പ്രേരകമായി തീരരുത്. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് മുസ്ലിങ്ങളോട് ഉപദേശിച്ച കാര്യമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലിന്റെ ചരിത്രം പറഞ്ഞ സന്ദർഭത്തിൽ തന്നെ ക്രൈസ്തവരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സന്ദർഭത്തിൽ സൂറത്ത് ആൽ ഇംറാൻ ലൈസു സവാ, അവർ മുഴുവൻ തുല്യരല്ല. ഒരല്പം ആളുകൾ ഇതേ രൂപത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ശത്രുക്കളായിട്ട് കാണുന്നുണ്ടെന്ന് കരുതി ഭൂരിപക്ഷം വരുന്ന ആളുകൾ അവര് നിഷ്കളങ്കരാണ്, അവര് നിരപരാധികളാണ്. അവരോട് ന്യൂനപക്ഷത്തിന്റെ പ്രവൃത്തിയുടെ പേരിൽ അനീതി ചെയ്യാൻ ഒരു മുസ്ലിമിനും പാടില്ല. പക്ഷെ തിരിച്ച് നമുക്കറിയാം, തിരിച്ച് നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിങ്ങളിൽപ്പെട്ട 1% താഴെ വരുന്ന നാമമാത്ര മുസ്ലിം നാമധാരികളായിട്ടുള്ള ചില ആളുകൾ, ഇസ്ലാം മനസ്സിലാക്കാത്ത ചില ആളുകൾ, നിഷ്കളങ്കരായിട്ടുള്ള ചില ആളുകളെ
ഓരോ പേരും പറഞ്ഞ് വധിക്കുന്ന സന്ദർഭത്തിൽ ആ 1% പ്രവൃത്തിയെടുത്ത് ലോകത്ത് വരുന്ന 99% നിഷ്കളങ്കരായിട്ടുള്ള മുസ്ലിങ്ങളെ മുഴുവൻ ഭീകരവാദികളായിട്ട് മുദ്ര കുത്തുന്ന സന്ദർഭത്തിൽ സമാനമായിട്ട് നിലപാട് ഒരിക്കലും നമ്മൾ അവരോട് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള. ഇപ്പൊ റസൂലുള്ളാഹിന്റെ ചരിത്രത്തിൽ മക്ക കാലഘട്ടത്തിൽ നമുക്കറിയാം ഇതേ രൂപത്തിൽ ഉപരോധം അവിടെ ഏർപ്പെടുത്തിയ സന്ദർഭത്തിലും അവിടെ ഉണ്ടായിരുന്ന അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച അബുൽ ബുഖ്തരി അല്ലെങ്കിൽ സംഅ അൽ അസ്വദ്, അബൂ ത്വാലിബിനെ പോലെ അല്ലെങ്കിൽ മുത്ഇബിൻ അദീനെ പോലെ, അതേ സുഹൈർ ബിൻ അബി ഉമയ്യ, ഇതേ രൂപത്തിലുള്ള ചില എണ്ണപ്പെട്ട ആളുകൾ മുസ്ലിങ്ങളുടെ അവകാശത്തിന് വേണ്ടി അവര് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, അവിശ്വാസികളായിട്ടുള്ള അവര് മുസ്ലിങ്ങളുടെ അവകാശത്തിന് വേണ്ടി സംസാരിക്കുന്നതും മുസ്ലിങ്ങൾക്ക് രഹസ്യമായിട്ട് സഹായം വരെ എത്തിക്കുന്ന ചരിത്രം നമ്മൾ അവിടെ കണ്ടു. അത് ഏതൊരു സമൂഹത്തിനും സമാനമായിട്ട് മുസ്ലിങ്ങളോട് സഹതാപം പുലർത്തുന്ന, സമാനമായിട്ട് നിലപാട് സ്വീകരിക്കുന്ന ആളുകളുണ്ടാവും. അവരെ നമ്മൾ കൂടെ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്. അവരെ നമ്മൾ ഒരിക്കലും നമ്മളോട് ചേർത്ത് നിർത്തി അവരിലൂടെ വേണം അതിനെതിരെ നമ്മൾ പ്രതികരിക്കാൻ. സമാനമായിട്ട് ഇന്നത്തെ ലോകത്ത് നമുക്കറിയാം ഇതേ രൂപത്തിൽ മനുഷ്യാവകാശ ഇതേ രൂപത്തിലുള്ള നിരവധി സംവിധാനങ്ങൾ ലോകത്ത് നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കുന്ന ചില ന്യൂനപക്ഷം സംവിധാനങ്ങളുണ്ട്. അവയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അപ്പൊ ഇതേ രൂപത്തിലുള്ള മനോഹരമായിട്ടുള്ള പാഠങ്ങളും ആ ഉപരോധം നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ള. ഉപരോധത്തിന് ശേഷം അവർ തിരിച്ചു വന്നു. മുസ്ലിങ്ങളുടെ അവസ്ഥയിൽ കാര്യമായിട്ടുള്ള ഒരു പുരോഗതി ഇല്ല. അതിനുശേഷം പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് കാണുന്നത് സീറത്ത് ഇബ്നു ഹിശാമിൽ വായിക്കാൻ സാധിക്കും. അതിനുശേഷം അവർ തിരിച്ചു വന്നതിന് ശേഷം നജിദിൽ നിന്നുള്ള ഒരു സംഘം, ഒരു ക്രൈസ്തവ സംഘം, അവര് ഈ മക്കയിൽ നടക്കുന്ന ഈ സംഭവങ്ങളെല്ലാം പുറത്തേക്ക് വാർത്തയാകുന്നുണ്ട്. മക്കയിലെ ശത്രുക്കൾ ചെയ്യുന്നതും അതേപോലെ തന്നെ മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം അബിസീനിയയിലേക്ക് പോയതും അവിടെയുള്ള രാജാവ് അവരെ സ്വീകരിച്ചതും ഇതെല്ലാം തീർച്ചയായിട്ടും അതെല്ലാം ആ നാട്ടിൽ മുഴുവൻ വൈറലാകുന്നുണ്ട്. അപ്പൊ അതെല്ലാം കേട്ടറിഞ്ഞ സന്ദർഭത്തിൽ എന്താണ് ഈ മുസ്ലിങ്ങൾ, എന്താണ് അവർ പറയുന്നത്, അതെല്ലാം കേൾക്കാൻ വേണ്ടി നജിദിൽ നിന്നും 20 അംഗം വരുന്നൊരു സംഘം മക്കയിലേക്ക് വന്നു. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി കണ്ട് സംസാരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ മനോഹരമായിട്ടുള്ള ആശയങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. അവർ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് തിരിച്ചുപോയി എന്നുള്ളൊരു സംഭവം, ചെറിയൊരു സംഭവം അതിനിടയിൽ അതിനുശേഷം ഉദ്ധരിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ അവർ തിരിച്ചു വന്നു, ഉപരോധമെല്ലാം പിൻവലിച്ചു, അവർ മക്കയിലേക്ക് തിരിച്ചെത്തി. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നീട് വരാൻ പോകുന്നത് റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ, ചരിത്രകാരന്മാർ ആമുൽ ഹുസുൻ, ദുഃഖവർഷമെന്നെല്ലാം സൂചിക്കപ്പെട്ട, അല്ലെങ്കിൽ റസൂലുള്ളാഹി പിൻകാലഘട്ടത്ത് എന്റെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ മനപ്രയാസം അല്ലെങ്കിൽ റസൂലുള്ളാഹി ഏറ്റവും ഏദനിക്കപ്പെട്ട ചില സംഭവങ്ങളാണ് പിന്നീട് അരങ്ങേറാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് അതെന്തായിരുന്നു, എന്താണ് ആമുൽ ഹുസുൻ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ആ സംഭവങ്ങൾ ഇൻഷാ അല്ലാഹ് ഇതിന്റെ തുടർച്ചയായിട്ട് അടുത്ത ഭാഗത്ത് വിശദീകരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ രാജ്യത്തും അല്ലെങ്കിൽ പുറത്തും നിരവധി ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തത്തുല്യമായിട്ടുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മരണാനന്തര ജീവിതത്തിൽ നൽകുമാറാകട്ടെ. ഇത്തരത്തിലുള്ള കഠിന പരീക്ഷണങ്ങളെ തൊട്ട് നമ്മളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.